കുറേ പേര് ലേബർ ക്യാമ്പിൽ അവർക്കൊന്നും എപ്പോഴും ജ്വല്ലറികൾക്കൊന്നും ആക്സസിബിലിറ്റി ഉണ്ടാവില്ല, കുറവായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിലുള്ള മൊബൈൽ ത്രൂ തന്നെ ഒരു ഇന്റർമീഡിയറ്റ് സഹായമില്ലാതെ തന്നെ അവർക്ക് എത്ര ദിറംസിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഗോൾഡ് വാങ്ങണോ എന്ന് അവർക്ക് തന്നെ തീരുമാനിച്ചിട്ട് ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും. ധീരജ് ഏതായാലും കുറച്ച് ഇൻഫർമേഷൻസ് പറഞ്ഞു, ഞാൻ അത് മനസ്സിലാക്കുന്നു. പക്ഷെ എനിക്ക് അറിയേണ്ട മറ്റൊരു സംശയമാണ്. ഇപ്പം ഗോൾഡ് എല്ലാ കാലത്തും ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അപ്പം സാധാരണപ്പെട്ട ആൾക്കാർക്ക്, ഇപ്പൊ പ്രവാസികളായ ഒരുപാട് പേരുണ്ട്, അവര് ഇപ്പം തൊട്ടടുത്ത് അതായത് നമുക്ക് ഒരു ജുവലറി പോയിട്ട് സ്വർണം മേടിക്കാം ഉള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്ത റിമോട്ടഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെടുത്താം? അതെ, അത് തന്നെയാണ് നമ്മുടെ മൈ ഗോൾഡ് വാലറ്റിന്റെ മെയിൻ ആയിട്ടുള്ള SIP നമ്മൾ വെക്കുന്നത്. സെയിം ക്രൈറ്റീരിയ വെച്ചിട്ട് തന്നെയാണ്. അതായത് മിനിമം 100 ദിറംസ് തൊട്ട് നമുക്ക് ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സാധാരണക്കാരനായൊരു പേഴ്സണ് ഒരു സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ ജ്വല്ലറിയിൽ പോയിട്ട് ഒരു 100 ദിറംസിന് എന്തായാലും ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ അവിടെയാണ് നമ്മുടെ മൈ ഗോൾഡ് വാലറ്റിൻ്റെ സവിശേഷത വരുന്നത്. അപ്പോൾ ഈ മൈ ഗോൾഡ് വാലറ്റ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് തന്നെ മിനിമം 100 ദിറംസ് തൊട്ടിട്ട് വാങ്ങുന്ന ഗോൾഡ്, അതും വാങ്ങുന്നത് 24 കാരറ്റ് ഗോൾഡാണ്. ഗോൾഡിൻ്റെ കാറ്റഗറിയിൽ തന്നെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് ഗോൾഡാണ് 24 കാരറ്റ്. അപ്പോൾ അതിൽ നമുക്ക് മിനിമം 100 ദിറംസ് തൊട്ട് നമുക്ക് വാങ്ങിച്ച് നമ്മുടെ ഡിജിറ്റലായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതിന് വേറെ സ്റ്റോറേജിൻ്റെ വേറെ എക്സ്ട്രാ ഫീസോ ചാർജസോ ഒന്നും വരുന്നില്ല. എത്ര ദിറംസിന് നമ്മൾ വാങ്ങുന്നോ അത്രയും ദിറംസിന് നമുക്ക് ഗോൾഡ് ഓൾറെഡി നമ്മുടെ വാലറ്റിൽ സൂക്ഷിക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുറേ പേര് ലേബർ ക്യാമ്പിൽ അവർക്കൊന്നും എപ്പോഴും ജ്വല്ലറികൾക്കൊന്നും ആക്സസിബിലിറ്റി ഉണ്ടാവില്ല, കുറവായിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിലുള്ള മൊബൈൽ ത്രൂ തന്നെ ഒരു ഇന്റർമീഡിയറ്റ് സഹായമില്ലാതെ തന്നെ അവർക്ക് കറണ്ട് റേറ്റ്, അതായത് മാറിക്കൊണ്ടിരിക്കുന്ന റേറ്റ് വെച്ചിട്ട് അവർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് എത്ര ദിറംസിന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഗോൾഡ് വാങ്ങണോ എന്ന് അവർക്ക് തന്നെ തീരുമാനിച്ചിട്ട് ഗോൾഡ് വാങ്ങിക്കാൻ പറ്റും. അത് ഓരോരുത്തരുടെ സാലറി സ്കെയിൽ തീരുമാനിച്ചിട്ട് അവർക്ക് പറ്റും. അതാണ് നമ്മൾ ഏറ്റവും മിനിമം 100 ദിറംസ് തൊട്ട് നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവർക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ള ഗോൾഡ് മിനിമം 2 ഗ്രാം ആകുമ്പോൾ അവർക്കൊന്ന് പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്ക് ചെറിയ എമൗണ്ടിന് നമുക്ക് വാലറ്റിലേക്ക് നമുക്ക് ഗോൾഡാക്കി മാറ്റാം. അത് 2 ഗ്രാം ആയി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഔട്ട്ലെറ്റിൽ പോയിട്ട് അവർക്കത് ഗോൾഡാക്കി മാറ്റാം. അതെ, അതേപോലെ തന്നെ അതിൽ വേറെ ഉണ്ട് ഒരു കാര്യം. ഇപ്പോൾ അങ്ങനെ വാങ്ങുന്ന ഗോൾഡ്, ഇപ്പോൾ ചിലർ മിനിമം 2 ഗ്രാമാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. റെഡീം ചെയ്യാനുള്ള എലിജിബിലിറ്റി വെച്ചിട്ടുള്ളത് 2 ഗ്രാമാണ്. അത് ഒരു 2 ഗ്രാമിന്റെ മുകളിൽ വാങ്ങി നമുക്ക് വാങ്ങിയിട്ട് റെഡീം ചെയ്യാം. അത് 50 ഗ്രാം മുകളിലാണ് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നതെങ്കിൽ നമുക്കത് ഡോർ ഡെലിവറി സെറ്റ്, അത് 24 കാരറ്റിന്റെ കോയിനോ ബാറോ ആയിട്ടാണെങ്കിൽ, കാരണം അതിന് പ്രത്യേകിച്ചൊരു പർച്ചേസിംഗിന്റെ അതിന് ആവശ്യമില്ല, ഓർണമെന്റ്സ് അല്ലല്ലോ. അതെ, ഡിസൈനും കാര്യങ്ങളൊന്നും വരില്ല, ഒരു അസറ്റാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ റൂമിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് എബവ് 50 ഗ്രാം ആണെങ്കിൽ. അതൊരു നല്ലൊരു ആശയമാണ്. ഇത് എത്രത്തോളം എങ്ങനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, അതൊരു ചോദ്യമാണ്. ട്രസ്റ്റ് എന്നുള്ള വാക്കിന്റെ മെയിൻ പറയാനുള്ളത് അറക്കൽ തന്നെയാണ്. കാരണം നമുക്ക് ബൈ ഇയേഴ്സ് തന്നെ നമ്മൾ ബിൽഡ് ചെയ്തെടുത്തുള്ളൊരു വലിയൊരു പ്രസ്ഥാനമാണ് അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഓൾമോസ്റ്റ് ഇപ്പോൾ UAE-ലെല്ലാം വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജ്വല്ലറിയാണ് അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അപ്പോൾ മൈ ഗോൾഡ് വാലറ്റ് എന്ന് പറയുന്ന ഒരു വെഞ്ചർ അറക്കലിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ മൈ ഗോൾഡ് വാലറ്റിൻ്റെ മുന്നോട്ടുള്ള വിജയയാത്രയിൽ എന്തുകൊണ്ടും ആ ട്രസ്റ്റ് നമുക്ക് നല്ലപോലെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഈ മൈ ഗോൾഡ് വാലറ്റിലേക്ക് നമ്മൾ സേവ് ചെയ്ത ഈ ഒരു എമൗണ്ട് തീർച്ചയായിട്ടും അറക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ചെന്നിട്ട് നമുക്ക് റെഡീം ചെയ്ത് നമ്മുടെ ഇതിലേക്ക് ചെയ്തിട്ട് നമുക്ക് ഗോൾഡ് ആക്കാം. അതായത് ഇതിന്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗോൾഡ്, നമുക്കിതിൽ 3 ഫീച്ചേഴ്സാണ് മെയിൻ ആയിട്ട് വരുന്നത് മൈ ഗോൾഡ് വാലറ്റിൽ. അതിൽ ഒന്ന് ഇൻസ്റ്റന്റ് വാലറ്റ്, പിന്നെ അതേപോലെ തന്നെ വോൾട്ടേഴ്സ്, പിന്നെ Gmails. അതിലിപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇൻസ്റ്റന്റ് വാലറ്റ് ത്രൂ നമുക്ക് ഗോൾഡ് എങ്ങനെ മിനിമം എമൗണ്ട് ആയ 100 ദിറംസ് തൊട്ട് നമുക്ക് പർച്ചേസ് ചെയ്തിട്ട് വാങ്ങിക്കാം എന്നുള്ളതിനെ കുറിച്ച്. അതും അല്ലാതെ തന്നെ മറ്റു ഇതുണ്ടല്ലോ, ചിലപ്പോൾ ഈ പറയുമ്പോൾ ചെറിയ സാലറി ഉള്ള ഒരാളിന് ഒരു മന്ത്ലി 100 വെച്ചോ അല്ലെങ്കിൽ 200 വെച്ചോ അയാൾക്ക് സേവ്, ഇപ്പം ഒരു പക്ഷേ 2 വർഷത്തിലൊരിക്കൽ പോകുന്നത് അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലാണ് നാട്ടിൽ പോകുന്നത്. അപ്പോൾ അവർക്ക് അതൊരു ചെറിയൊരു ഗോൾഡിന്റെ ഒരു സ്കീം ആക്കി മാറ്റുന്നത്, അത് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്? അതിന്റെ സ്കീമാക്കി മാറ്റാനുള്ള ഒരു ഫീച്ചറാണ് Gmails എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് 100 ദിറംസ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു 1 ഇയർ പ്ലാനാണ് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത്. ഡ്യൂറേഷൻ ടൈം പീരീഡ് 1 ഇയർ ആണ്. അപ്പോൾ ഓരോ മാസവും നമ്മൾ 100 ദിറംസ്, ഇപ്പോൾ നമ്മളൊരു എമൗണ്ട് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 ദിറംസാണ് ഫിക്സ് ചെയ്യണമെങ്കിൽ ആ 100 ദിറംസ് നമ്മൾ മന്ത്ലി
ഒരു വർഷം സാലറി ഡിപ്പെൻസ് അപ്പോൺ സാലറി. അതെ തീർച്ചയായും 100 വെക്കാം അല്ലെങ്കിൽ 500 വെക്കാം, 1000 വെക്കാം, ഡിപ്പെൻസ് അപ്പോൺ സാലറി. അതായത് ഫ്രം ഏറ്റവും ചെറിയ കുറവ് സാലറി വാങ്ങുന്ന ഒരാൾ തൊട്ട് ഒരു ഹൈ സാലറി വാങ്ങുന്ന ഒരാൾ വരെ നമുക്കിതിൽ കസ്റ്റമേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എല്ലാ കാറ്റഗറിയും നമ്മളിതിൽ ജനറലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു 1 ഇയർ പ്ലാൻ അവർ ഫിക്സ് ചെയ്യുന്ന എമൗണ്ട് 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഏത് എമൗണ്ട് ആണോ അവർ ഫിക്സ് ചെയ്യുന്നത് മന്ത്ലി ബേസിസിൽ അവർ അടച്ചു വരുന്നത്, ആ എമൗണ്ട് നമ്മൾ 13th മന്തിൽ ബോണസ് ആയിട്ട് കൊടുക്കും. സെയിം എമൗണ്ട് തന്നെ മന്ത്ലി അടച്ചു വരുന്ന എമൗണ്ട് നമ്മളത് കൊടുക്കും. പിന്നെ നമ്മുടെ ആപ്ലിക്കേഷനിൽ വരുന്ന പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ടൈമിൽ ഇപ്പോൾ മറ്റുള്ള ആപ്ലിക്കേഷനിൽ നമുക്ക് റെഡീം ആ സ്കീം പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് റെഡീം ചെയ്യണം ഗോൾഡ്. അപ്പോൾ എന്താണോ ഗോൾഡിന്റെ റേറ്റ് ചിലപ്പോൾ എന്തായാലും 1 ഇയറിൽ ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇപ്പോൾ ഒരു ഗോൾഡിന്റെ റേറ്റ് നല്ല പോലെ വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു 1 ഇയറിൽ എന്തായാലും ഗോൾഡിന്റെ റേറ്റ് കൂടും. അപ്പോൾ അത് ടാലി ആവും എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നമുക്കൊരു എമൗണ്ട് കുറച്ചും കൂടിയും ആഡ് ഓൺ ആവും. നമുക്ക് 1 മന്തിന്റെ ആഡ് ഓൺ ആവുകയാണ് നമ്മുടെ ഇതിൽ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റിൽ. ആ സമയത്ത് നമുക്ക് ഗോൾഡ് വാങ്ങണമെങ്കിൽ വാങ്ങാം. ഇനി അതല്ല ഗോൾഡ് റേറ്റ് കൂടുതലാണ്, നമുക്ക് ആ സമയത്ത് റെഡീം ചെയ്യേണ്ടതാണെങ്കിൽ ആ എമൗണ്ട് നേരെ നമുക്ക് നമ്മുടെ വാലറ്റിൽ കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് വാലറ്റിൽ നമുക്കത് ഫണ്ടായിട്ട് സൂക്ഷിക്കാം. എന്നിട്ട് ആ എമൗണ്ടിൽ നിന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും വാങ്ങാം. അതാണ് നമ്മുടെ മറ്റുള്ള സ്കീമുകളിൽ നിന്നും പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ. ഇതാണ് നമ്മൾ ഈ 12 മാസമായി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അതിനെ പെട്ടെന്ന് തന്നെ ഗോൾഡാക്കി മാറ്റണം എന്നുള്ള നിർബന്ധമില്ല. ഇല്ല. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. സാധാരണ എല്ലാ സ്കീമും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഗോൾഡ് റെഡീം ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ആ ഫണ്ട് അവിടെ സൂക്ഷിക്കാം. പിന്നെ ആ ടൈം പീരീഡ് കഴിഞ്ഞ് പിന്നെ സൂക്ഷിക്കുന്നതിന് ഒരു പോയിന്റ് ഇൻട്രസ്റ്റ് ചിലപ്പോൾ അവർ ചാർജ് ചെയ്യും. ഇതിപ്പം 2 ഓപ്ഷനാണ് പറഞ്ഞത്. ഒന്ന് ജിമെയിൽ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റന്റ് ഗോൾഡും പറഞ്ഞു. ഇൻസ്റ്റന്റ് ഗോൾഡ് വേറൊരു ഇതൂടെ പറഞ്ഞു. വേറെ വരുന്ന മെത്തേഡാണ് വോൾട്ടേസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ. വോൾട്ടേസ് എന്ന് പറഞ്ഞ ഫീച്ചറിൽ മെയിൻ ആയിട്ട് വരുന്നത്, അതായത് നമ്മൾ ഓൾറെഡി അക്യൂർ ചെയ്തിട്ടുള്ള ഗോൾഡ് നമ്മുടെ വാലറ്റിൽ നമ്മൾ ഇതേപോലെ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഗോൾഡ് അത് നമുക്ക് സെല് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സെല് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഒരു 10 ഗ്രാം ഗോൾഡ് ഓൾറെഡി ഡിജിറ്റൽ വാലറ്റിൽ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ 10 ഗ്രാം വാങ്ങിയത് 1 ഗ്രാമിന് നമ്മൾ എത്ര റേറ്റ് കൊടുത്താൽ വാങ്ങിയിട്ടുള്ളത് എന്നുള്ളൊരു കാൽക്കുലേഷൻ നമുക്കുണ്ടാവും, വാങ്ങിയതിൻ്റെ 1 ഗ്രാമിൻ്റെ റേറ്റ്. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ലണ്ടൻ ഗോൾഡ് ടൈമിംഗ് ആണ്. അത് വിത്തിൻ 30 സെക്കൻഡ്സിൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ സാധാരണ സ്റ്റോറുകളിൽ 3 ടൈംസ് ആണ് ചേഞ്ച് ആവുക. ഇപ്പോൾ മോർണിംഗ് ടു ആഫ്റ്റർനൂൺ, ആഫ്റ്റർനൂൺ ടു ഈവനിങ്, ഈവനിങ് ടു ഒരു പെർട്ടിക്കുലർ ടൈം വരെ. ഇതിൽ വിത്തിൻ 30 സെക്കൻഡ്സിൽ നമ്മുടെ റേറ്റ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഗോൾഡിൻ്റെ. അപ്പോൾ അതേപോലെ തന്നെ സെല്ലിംഗ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഗോൾഡിൻ്റെ റേറ്റ് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു മാസം മുന്നേ ഞാനൊരു ഗോൾഡ് വാങ്ങി, ഒരു 10 ഗ്രാം ഗോൾഡ് വാങ്ങി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഇന്ന റേറ്റിനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഇതെനിക്കറിയാം. അവിടുന്ന് ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വരും, ഒരു ഗോൾഡിൻ്റെ റേറ്റ് ഹൈക്ക് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വോൾട്ടേസ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഫീച്ചർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ആപ്പ് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മൾ പ്രോപ്പർ അവയർനെസ് കൊടുക്കും. ഗോൾഡിൻ്റെ റേറ്റ് കൂടിയാലും കുറഞ്ഞാലും നമ്മൾ നോട്ടിഫിക്കേഷൻസ് കൊടുക്കും. അപ്പോൾ അത് സെല് ചെയ്യണം എന്നുള്ള താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഗോൾഡിൻ്റെ എത്ര ശതമാനം സെല് ചെയ്യണം എന്നുള്ള ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. അതായത് 25% സെല് ചെയ്യാം, 50% സെല് ചെയ്യാം, 75% സെല് ചെയ്യാം, അല്ലെങ്കിൽ 100% സെല് ചെയ്യാം. അപ്പോൾ ആ പെർസെൻറ്റേജ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് സെല് ചെയ്യാം. നല്ല ഫീച്ചറാണ്. അതെ. അപ്പോൾ നമുക്ക് അതിൻ്റെ നമ്മൾ മുടക്കിയ പൈസയും പ്ലസ് പ്രോഫിറ്റും വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ വാലറ്റിൽ റിഫ്ലക്റ്റ് ആവും. ഓക്കെ, ഇതൊരു നമ്മൾ പറഞ്ഞു ഇപ്പോൾ റിമോട്ടിൽ താമസിക്കുന്ന, ലേബർ ക്യാമ്പിൽ താമസിക്കുന്ന എല്ലായിടത്തും ഇപ്പം ഓൾമോസ്റ്റ് നെറ്റ് അവൈലബിൾ ആണ്. അപ്പം അവർക്കിത് എങ്ങനെയാണ് അവരുടെ മൊബൈലിലേക്ക് ഈ വാലറ്റ് അവർക്ക് എത്താൻ പറ്റുന്നത് എങ്ങനെയാണ്? ചെയിൻ റിയാക്ഷൻ ഗെയിം അറിയില്ലേ? ഒരാളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അത് പിന്നെ ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് തന്നെ അവരുടെ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇൻവൈറ്റ് ചെയ്യുന്നതിൽ 2 പേർക്കും അതിനുള്ള ബോണസ് കിട്ടുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് അവരുടെ റെഫറൽ കോഡ് ത്രൂ ആണ് കയറുന്നതെങ്കിൽ ആ റെഫറൽ കോഡ് ത്രൂ യൂസ് ചെയ്തിട്ട് കയറുന്ന ആൾക്ക്, അതായത് ആക്സെപ്റ്റ് ചെയ്തിട്ട് കയറുന്ന ആൾക്ക് 10 മില്ലിഗ്രാം ഗോൾഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് പൈസ ഒന്നും ഇടാതെ തന്നെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ 10 മില്ലിഗ്രാം നമ്മളൊരു എൻട്രി ബോണസ് പോലെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ ആക്സെപ്റ്റ് ചെയ്ത ആള് ഇൻസ്റ്റന്റ് വാലറ്റ് ത്രൂ ഒരു മിനിമം ഒരു 100 ദിർഹംസിന് ഗോൾഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് ആര് ത്രൂ റെഫറലാണോ കയറിയത് അവർക്ക് 2 മില്ലിഗ്രാം ഗോൾഡ് അവരുടെ വാലറ്റിലും കയറും. അപ്പം വളരെ നല്ലൊരു ഇൻഫർമേഷനാണ് എനിക്ക് ഇത്രയും നേരം തന്നത്. ഇത് തീർച്ചയായും എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. താങ്ക് യു.